പണ്ടൊരു ഗ്രാമത്തിൽ രണ്ട് പെൺമക്കളുമായി ഒരു ഡാഡി താമസിച്ചിരുന്നു. ആദ്യത്തെ ഭാര്യ മരിച്ചതോടെ മറ്റൊരു പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചു. എന്നാൽ ആ രണ്ടാനമ്മ കുട്ടികളോട് ക്രൂരമായി പെരുമാറി. ഒടുവിൽ ആ രണ്ടാനമ്മ അവരെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ഭർത്താവിനെ നിർബന്ധിച്ചു. അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയം മൂത്ത മകളായ സർസു തിരികെ വരാനുള്ള വഴി കണ്ടെത്താനായി ഒരു ഐഡിയ പ്രയോഗിച്ചു. പോകുന്ന വഴിയിലെല്ലാം ധാന്യങ്ങൾ വെതറി. പക്ഷെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഡാഡി സ്ഥലം വിട്ടിരിക്കുന്നു. എല്ലാ കിളികളും വന്ന് ധാന്യങ്ങളും തിന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർ കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഇളയ കുട്ടിക്ക് ദാഹം തോന്നി. വെള്ളം നോക്കി നടന്നപ്പോൾ ഒരു മാനിന്റെ കാൽപ്പാടിൽ കിടന്ന വെള്ളം കണ്ടു. ചേച്ചി അതിനെ എതിർത്തെങ്കിലും അവൾ ആ വെള്ളം എടുത്ത് കുടിക്കാൻ നിന്നു. കുടിച്ച ഉടൻ തന്നെ അവൾ ഒരു ചെറിയ മാൻകുട്ടിയായി മാറി. അങ്ങനെ സെർസുവും ആ മാനും കാട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം വേട്ടയ്ക്കെത്തിയ രാജകുമാരൻ സെർസുവിനെ കണ്ടു. അവളുടെ സൗന്ദര്യം കണ്ട് ക്രഷ് അടിച്ച രാജകുമാരൻ അവളെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് ആൻഡ്രൂ എന്നൊരു മകനും ഉണ്ടായി. എന്നാൽ കൊട്ടാരത്തിലെ ഒരു ദുഷ്ടയായ പാചകക്കാരിക്ക് അവരുടെ മകളെ രാജ്ഞിയാക്കണമെന്ന് ദുരാഗ്രഹം ഉണ്ടായിരുന്നു. ആ പാചകക്കാരി മറ്റാരുമല്ല, അവളുടെ രണ്ടാനമ്മയായിരുന്നു. രാജാവ് വേട്ടയ്ക്ക് പോയ സമയം അവൾ സെർസുവിനെ ഒരു കുളത്തിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് മകളെ രാജ്ഞിയുടെ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി. രാജാവ് തിരിച്ചെത്തിയപ്പോൾ ഭാര്യ മാറിപ്പോയെന്ന് തോന്നിയെങ്കിലും പ്രസവം കൊണ്ട് മാറ്റമുണ്ടായതാണെന്ന് വിശ്വസിപ്പിച്ചു. പക്ഷെ ഓരോ രാത്രിയും സെർസ് കുളത്തിൽ നിന്ന് പുറത്തു വന്ന് മാനിനെ കാണുകയും അവളുടെ കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ രഹസ്യം അറിഞ്ഞ പാചകക്കാരിയുടെ മകൾ അവളുടെ ആരോഗ്യത്തിന് മാനിന്റെ ഹൃദയവും കരളവും വേണമെന്ന് കെട്ടിയവനോട് കൊതി പറഞ്ഞു. അപ്പൊ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ മാന് കൊളക്കരയിലെത്തി സെർസുവിനെ വിളിച്ചു. സെർസു പോയി. അതേസമയം രഹസ്യമായി പിന്തുടർന്ന രാജാവ് സെർസു വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ടു. അങ്ങനെ മുഴുവൻ സത്യങ്ങളും രാജാവിന് മനസ്സിലായി. അതോടെ ദുഷ്ടയായ പാചകക്കാരിയെയും അവളുടെ മകളെയും ശിക്ഷിച്ചു. അവസാനം സെർസുവും മകനും മാനും രാജാവിന്റെ ഒപ്പം കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു.